അന്നുണ്ടാക്കിയതിൻ്റെ ബാക്കി മക്രോണി കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം അത് കണ്ട് എന്തുണ്ടാക്കുമെന്നായിരുന്നു ഇത്രയും ദിവസത്തെ എൻ്റെ ആലോചനയുടെ ഒടുവിൽ ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റേതായ റെസിപ്പിയാണ്. ഇനി ഇതാരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി നോക്കുന്നത് എൻ്റെ പ്രധാന പണിയാണ്. അപ്പോൾ എൻ്റെ സംസാരം എന്തായാലും ഞാൻ ഇതുകൊണ്ട് നിർത്തുകയാണ്. ഇനി എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ജാർ എടുക്കുക, നമ്മുടെ ഉള്ളി എടുക്കുക. ഉള്ളി വേണമെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ കുഞ്ഞുള്ളി വേണമെങ്കിൽ അതെടുക്കാം. അതിലോട്ട് ഒരു തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്. ഒരു തക്കാളിയല്ല, ഒരു പകുതി തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി. കുരുമുളക് പൊടി ഇട്ടപ്പോൾ കുറച്ച് അധികമായി പോയി. ഞാൻ പിന്നെ വീണ്ടും കഴുകി വൃത്തിയാക്കി ആദ്യം തൊട്ട് ഉപ്പും മുളകും എല്ലാം ഇതിനകത്ത് ഇട്ടു. പിന്നെ അതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിതിനകത്ത് വെളുത്തുള്ളി ചേർക്കാൻ മറന്നുപോയി. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചേർക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. താറാമുട്ടയായാലും കോഴിമുട്ടയായാലും കുഴപ്പമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാലിലോട്ട് ഒഴിക്കാം. ഇതിൽ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പോലെ ചിക്കി എടുക്കുന്നതാണെങ്കിലും നല്ലതാണ്. അപ്പം ഓംലേറ്റ് അടുത്ത തവണ ഉണ്ടാക്കാം. അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റാ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.